ഹലോ. നമ്മളെപ്പോഴും കേൾക്കുന്ന ചില വാചകങ്ങളൊക്കെ ഇല്ലേ? പുവർ, പിന്നെ മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്, റിച്ച്, അൾട്രാ റിച്ച് അല്ലേ? പിന്നെ HNI എന്നൊക്കെ പറഞ്ഞിട്ട്, HNI എന്ന് പറഞ്ഞാൽ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽ. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട് ചിലരൊക്കെ പറയുന്നത് ഞാനൊരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പെട്ട ആളാണ് എന്ന് പറയും. അപ്പോൾ അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുമ്പോൾ എത്ര രൂപ വരെയാണ് നിർവചനം ഒരു മന്ത്ലി? ഒരു ടോക്ക് ഷോയിൽ ഞാൻ കേട്ടതാണ്. മിഡിൽ ക്ലാസ് എന്ന് പറയുകയാണെങ്കിൽ മിഡിൽ ക്ലാസ്സിന് ഒരു 2 ലക്ഷം രൂപ വരെ വരുമാനം ഉണ്ടായിരിക്കണം. ആർക്ക്? ആ വീട്ടിലെ നായകന് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഫാമിലിക്ക്. അപ്പോൾ 2 ലാക്ക് വരുമാനമുള്ള ഹെഡ് ഓഫ് ദ ഫാമിലി എന്ന് പറഞ്ഞാൽ ബാക്കി 4 പേര്, അദ്ദേഹത്തിൻ്റെ അമ്മ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മകനോ അല്ലെങ്കിൽ ചിലപ്പോൾ 2 മക്കളുണ്ടാവും. ഇത്രയും പേര് അഡൾട്ട്സ് അവിടെ ജോലിയില്ലാതിരിക്കുകയാണ്. അപ്പോൾ ഈ 2 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ശരി, ചിൽഡ്രനിൽ ഒരെണ്ണം മാത്രം 23 വയസ്സായിട്ടുള്ളൂ, ബാക്കി ഉള്ള ഒരു മകന് 17 വയസ്സേ ഉള്ളെങ്കിൽ ആ മകനെ കണക്കൂട്ടുണ്ട്. ബിക്കോസ് അത് ജോലി ചെയ്യാൻ പാകമായിട്ടില്ലല്ലോ ആ പയ്യൻ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരാളല്ലേ സമ്പാദിക്കുന്നുള്ളൂ. ഈച്ച് ഓഫ് ദം 50,000 രൂപ സമ്പാദിക്കുകയാണെങ്കിലാണ് മിഡിൽ ക്ലാസ് എന്ന് പറയാമെന്നുള്ളൂ. പക്ഷെ ഓക്കെ, നമ്മൾക്ക് ഇപ്പോൾ ഇയാളുടെ ഈ വരുമാനം തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്കായിട്ട് കൊടുത്ത് ജസ്റ്റ് മിഡിൽ ക്ലാസ് ആയിട്ട് ജീവിക്കുന്നു. അവർക്ക് റെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ അച്ഛൻ്റെ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അച്ഛൻ മരിച്ചുപോയി, അപ്പോൾ അമ്മയുടെ കൂടെ താമസിക്കുകയാണ്. പിന്നെ മകന് എൻജിനീയറിംഗ് എല്ലാം പഠിച്ചു കഴിഞ്ഞ് ജോലിക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ മകള് വന്നിട്ട് +2 പഠിക്കുന്നു. ഭാര്യ വന്നിട്ട് ഹൗസ് വൈഫാണ്. പക്ഷേ അവരുടെ വീട്ടിൽ ജോലി ചെയ്യാനായിട്ട് വരുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കണം, ഡ്രൈവറിന് ശമ്പളം കൊടുക്കണം. ഇദ്ദേഹം ജോലിക്ക് പോകും, ഒരു സ്വിഫ്റ്റ് കാറുണ്ട്, ജോലിക്ക് പോകും, പെട്രോൾ അടിക്കണം. പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിലോ വൈഫിന് പുറത്ത് പോകണമെങ്കിലോ, വൈഫിന് ഡ്രൈവിംഗ് അറിയില്ല, അപ്പോൾ ഡ്രൈവറിനെ വിളിക്കണം. പിന്നെ വീട്ടിലെ സാധനങ്ങൾ വാങ്ങിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഫാമിലിയായിട്ടൊന്ന് എന്താ പറയുക, സിനിമ കാണാൻ പോവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫാമിലിയിൽ ഒരാൾ മാത്രം സമ്പാദിക്കുന്നിടത്ത് ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ കാശിന് കുറച്ച് ക്ഷാമം വരും, ഈ 2 ലക്ഷം കിട്ടുന്നുണ്ടെങ്കിലും. പിന്നെ നമുക്ക് അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമ്മൾ വേറൊരു കാറ്റഗറീനെ നോക്കാം. നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു ഡ്രൈവർ എന്നിരിക്കട്ടെ, ഞാൻ ചെന്നൈ സിറ്റിയിലെ കാര്യമായിട്ടോ പറയുന്നത്. അദ്ദേഹത്തിന് 25,000 രൂപ ശമ്പളമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ എൻജിനീയറിംഗ് ജസ്റ്റ് പാസ്സായിട്ടേ ഉള്ളൂ. അത്ര നല്ല കോളേജിൽ നിന്നല്ലാത്തതുകൊണ്ട് ഒരു സാധാരണ കോൾ സെൻറ്ററിൽ ജോലിക്ക് പോവാണ്. 40,000 രൂപ ശമ്പളമുണ്ട്. ഭാര്യ വന്നിട്ട് 2 വീടുകളിൽ എന്താ പറയുക, കുക്കിങ്ങിന് പോകുന്നുണ്ട്. 2-3 നേരമായിട്ട് ഓരോരോ സ്ഥലത്ത് പോകുന്നുണ്ട്. അവർക്ക് ഒരു 25,000 അവരുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 25 + 25 50 ആയേ, പിന്നെ 40 ആയോ, അപ്പോൾ 90,000 ആയി കേട്ടോ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകള് ഒരു ബാങ്കിൽ പാർട്ട് ടൈം ആയിട്ട് പോകുന്നുണ്ട്. അവർക്കും ഒരു 30 കിട്ടുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത് ഒരു ലോവർ മിഡിൽ ക്ലാസ്സിൻ്റെ ചട്ടക്കൂടിൽ വരുമല്ലേ? ഇവർക്ക് ഇത്രയും പൈസ കിട്ടുന്നുണ്ട്, ഇവർക്ക് റെൻറ്റില്ല, അവർക്കും ഒരു ചെറിയ വൺ ബെഡ്റൂമിൻ്റെ വീട് അവരുടെ കാലങ്ങളായിട്ട് അവരുടെ അച്ഛനൊക്കെ താമസിച്ചിരുന്ന, അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി ഈ ഡ്രൈവറുടെ. അപ്പോൾ പുള്ളിക്കാരനും ഭാര്യയും അതിനകത്താണ് താമസിക്കുന്നത്. ഒരു തലമുറ മുമ്പ് ഈ ഡ്രൈവറിൻ്റെ അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരായിരുന്നു, ലൈക്ക് ഇങ്ങനത്തെ ബിൽഡിംഗ് പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ മകൻ ഡ്രൈവറായപ്പോൾ അവർക്കൊരു സ്ഥാനക്കയറ്റം കിട്ടി. പക്ഷെ അതേ വീട്ടിലാണ് ഈ മകനും ജീവിക്കുന്നത്. മകനും കുടുംബവും എല്ലാം ഒരൊറ്റ റൂമിലാണ് ജീവിച്ചുകൊണ്ടിരുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ നിന്ന് അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല, അവർ സെയിം ആയിട്ടാണ് പോണത്. ആ ഡ്രൈവറുടെ മകൻ ബിടെക് പാസ്സായി, പക്ഷേ അപ്ഗ്രേഡഡ് ആയിട്ടില്ല. മനസ്സിലായില്ലേ? അവിടെയാണ് അവരുടെ വിജയം. അവർക്ക് ഒരു മാസം കഷ്ടിച്ച് 10,000 12,000 രൂപയെ ചിലവ് കാണുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞ കേട്ടോ എന്നോട്. ബാക്കി പൈസ മുഴുവനും അവരുടേതായ രീതിയിലുള്ള റുഡിമെൻ്ററി സേവിങ്സ് വെച്ചിട്ട് കുറച്ച് സ്വർണ്ണമൊക്കെ വാങ്ങിച്ച് 10-20 പവൻ ഭാര്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം 2,000-3,000 രൂപ സ്വർണത്തിനുള്ളപ്പം മുതൽ അവർ ഓരോ ഗ്രാം വെച്ച് സേവ് ചെയ്യണേ. നമ്മൾ ഈ അപ്പർ മിഡിൽ ക്ലാസ് എന്നോ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് എന്നോ സ്വയം വിശേഷിപ്പിക്കുന്ന നമ്മൾ 1 ഗ്രാം പോലും വാങ്ങിക്കാറില്ല എല്ലാ മാസവും. ഉണ്ടോ? പറ്റാറില്ല. കാരണം ഓരോരോ കാര്യങ്ങൾ എല്ലാത്തിനും ഈ ഒരാളുടെ ശമ്പളമാണ് വരുന്നത്. മറ്റത് ഈച്ച് ഓഫ് ദം വിൽ സേവ് ദെയർ ഓൺ എന്താ പറയണത്, ലിറ്റിൽ ബൂട്ടി, അങ്ങനെ തന്നെ പറയണത്. അതിന് അവരെ കൊണ്ടുവരുന്ന എല്ലാം അവർ സേവ് ചെയ്യും അല്ലേ? ഇതിൽ നിന്ന് ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന് അറിയോ? ഇപ്പോൾ ആ പുവർ കാറ്റഗറിയിലായിരുന്ന ആ ഡ്രൈവർ ലോവർ മിഡിൽ ക്ലാസ് കാറ്റഗറിയിലെത്തി. ഇനി ആ മകന് നല്ല ജോലി കിട്ടും, അല്ലെങ്കിൽ മകനൊരു പെണ്ണിനെ കല്യാണം കഴിക്കും,
ഇതേപോലെ തന്നെ അവൾ ശമ്പളം കൊണ്ടുവരുന്നുണ്ടാകും. ഈ മകള് വേറെ വീട്ടിലേക്ക് പോകും. ഓക്കെ, അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും അവർ മിഡിൽ ക്ലാസ്സിലേക്ക് ടച്ച് ആകും. അവരുടെ എല്ലാവരുടെയും കൂടി ഇൻകം കൂട്ടി നോക്കുമ്പോൾ 2 ലക്ഷം വരുന്നുണ്ടാകും. അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് അത് തന്നെയായിരിക്കും. അപ്പോൾ അച്ഛനും അമ്മയും ആ ബെഡ്റൂമിൽ നിന്ന് ഹാളിലേക്ക് താമസം മാറ്റും, മകനും ഭാര്യയും ബെഡ്റൂമിലേക്ക് താമസിക്കും. അങ്ങനെ അവർ കണ്ടിന്യൂ ചെയ്യും. മേ ബി അവർക്കൊരു ക്രഞ്ച് വരാൻ സാധ്യതയുള്ളത് എപ്പോഴാന്ന് വെച്ചാൽ അവർക്കും ഒരു കാറ് വാങ്ങണം എന്നൊക്കെ ആഗ്രഹം വരും. അപ്പം അവരൊരു EMIയിൽ പോയി പെട്ടാൽ, അല്ല അവർ ആ സ്കൂട്ടറിൽ തന്നെ അവർ ജീവിതം തുടങ്ങുകയാണ്. നമുക്കൊരു 2 BHK ഫ്ലാറ്റിലേക്ക് മാറിയേക്കാം എന്ന് വിചാരിച്ച് ചിലപ്പോൾ ഒരു വീട് വാങ്ങിയേക്കാം. അങ്ങനെ കാരണം ലോൺസ് കൊടുക്കാനായിട്ട് ബാങ്കുകൾ ഷാർക്കല്ലേ, ലോൺ ഷാർക്സ് ആണ് ഇപ്പോൾ, അവർ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ കൊടുക്കുന്ന ബാങ്കുകൾക്ക് ഈസി ആയിട്ട് ഇവർക്ക് 10 ലക്ഷം 20 ലക്ഷം കൊടുക്കാമെന്ന് പറയുമ്പോഴേക്കും ഇവരുടെ കണ്ണൊക്കെ മഞ്ഞളിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ അത് വാങ്ങിയേക്കാം. ഈ 20 പവൻ മകൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്നത് കൊണ്ട് കുറച്ച് പൈസ അവർക്ക് കല്യാണ ചെലവിനായിട്ടുണ്ടാവുള്ളൂ. 20 പവനും കൊടുത്ത് പിന്നെ വേണമെങ്കിൽ അവരുടെയൊക്കെ രീതിയിൽ പയ്യനൊരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു കുറച്ച് പൈസ അവർക്ക് കല്യാണ ചെലവെന്ന് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുക. അതൊക്കെ അവർ സ്വകാര്യമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഒരുപാട് ചിലവുള്ള കാര്യമല്ല അവർക്ക് കല്യാണം എന്ന് പറയുമ്പോൾ. അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ, കുറേ ഇങ്ങനെ ഈ പാത്രങ്ങളും. ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ പാത്രം അതൊന്നും അങ്ങനെ കൊടുക്കില്ല മാം, എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫ് കൊണ്ടുവന്ന് വെച്ചതൊക്കെ കുറച്ചുണ്ട്, അതൊക്കെ അങ്ങനെ തന്നെ സിൽവർ തട്ടൊക്കെ ഞങ്ങൾ പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ശരാശരി മനുഷ്യൻ്റെ ബുദ്ധി കണ്ടോ, അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുമെന്ന്. അപ്പോൾ എൻ്റെ മകള് ഒരു ദിവസം കാറിൽ പോവാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ, ഒരു കോളേജിൽ പോവാണ്. മോളെ കോളേജിൽ കൊണ്ടുപോയി വിടാൻ പോകുമ്പോൾ മോള് ചോദിക്കുകയാണേ, അങ്കിൾ സ്വന്തം വീട് വാങ്ങിച്ചോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല പാപ്പ എന്ന് പറഞ്ഞു. വെറുതെ എന്നെ പറയട്ടെ, മോളോട് പറഞ്ഞു എന്ന്. അത് എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അങ്കിൾ വാങ്ങല്ലേ, സ്വന്തமாக വാങ്ങല്ലേ? പറയും പൈസ വേണ്ട മമ്മ, കാശ് വേണല്ലേ, പണം വേണം ഇതൊക്കെയല്ല എന്ന് പറഞ്ഞപ്പോൾ മോള് പറയണമെന്ന്. മോള് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് அதுக்கு தானே ATM, நீங்க அங்க போயிட்டு எடுத்துக்கோங்க பாப்பா, அதுக்குள்ள பணம் வேணும் அல்ல எடுக்க, அதுக்குள்ள பணம் தானே எப்பவும் இருக்கும். എൻ്റെ കൊച്ചിന് 18 വയസ്സ് 19 വയസ്സുള്ളപ്പോഴും അറിയില്ലാന്ന്. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നത്. ശരിയാണല്ലോ, ഞാൻ ഈ കുഞ്ഞിനെ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. അവള് കാണുന്നത് എന്താ, അമ്മ ഒരു കാർഡുമായിട്ട് പോകുന്നു, സ്വൈപ്പ് ചെയ്യുന്നു, പൈസ എടുത്തിട്ട് വരുന്നു. അവിടെ എങ്ങനെയാ കാശ് ഉണ്ടാവണേന്നോ ആർക്കാണത് എടുക്കാനുള്ളതെന്നോ ഉള്ള ബാങ്കിങ് ബേസിക്സ് മോൾക്ക് അറിയില്ല, 12th കഴിഞ്ഞിട്ട് പോലും. പിന്നെ ഞാൻ കൂടെ ഇരുത്തി പറഞ്ഞു കൊടുത്ത്, മോളെ ഈ അങ്കിളിൻ്റെ അടുത്ത് മോളെ ഇങ്ങനെ പറഞ്ഞു, മാമ അങ്കിളിന് കാർഡില്ലേ എന്നൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ അതിനകത്ത് സാധനം അവൾക്ക് ബാങ്കിങ് ബേസിക്സ് അന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ദാറ്റ് വാസ് മൈ ബാഡ്. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവൻ്റെ കൈ നല്ല എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് മോൾക്ക് വേണ്ടിയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് തുറപ്പിച്ചു. എന്നിട്ട് അങ്ങനെ ഷീ സ്റ്റാർട്ടഡ് ലേണിങ്. അപ്പോഴാണ് അവൾക്ക് കണ്ണ് തുറന്നത്. നോക്കൂ, നമ്മൾ എത്രയും ആളുകളായിട്ട് ഞാനിങ്ങനെ ഈ മുഖം കെട്ടിയ പോലെ പോകുന്നവരനെ ഐ വാസ് നോട്ട് തിങ്കിങ് അബൌട്ട് ഹൗ. മോള് ചോദിക്കുമ്പോൾ മോൾക്ക് പൈസ ആവശ്യമില്ലല്ലോ. അങ്ങനെ മോള് ചോദിക്കുമ്പോൾ നമ്മൾ കാർഡ് വെച്ചിട്ട് എടുത്തു കൊണ്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ മോൾക്ക് എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ കാർഡ് അരച്ചിട്ട് കൊടുക്കണം. അയ്യോ ഐ വാസ് സോ അപ്സെറ്റ് ആ ദിവസം കേട്ടോ. അതിനുശേഷം മോൾക്കറിയില്ല ഇതെന്ന്. അയ്യോ ഇത്ര വലിയ പ്രഗത്ഭയാണെന്നും പറഞ്ഞ് നടക്കണ അമ്മയ്ക്ക് ഈ മോളെ പഠിപ്പിക്കാൻ നേരം ഉണ്ടായിട്ടില്ല എന്ന് അന്ന് എൻ്റെ കണ്ണ് തന്നു. പിന്നെ ഐ സ്റ്റാർട്ടഡ് ഡിസ്കസിങ് എവറിത്തിങ് വിത്ത് ഹർ. ഈച്ച് ആൻഡ് എവറിത്തിങ് ഞാൻ മോളോട് പറയാൻ തുടങ്ങി. മോളെ ഇങ്ങനെയൊക്കെ ആട്ടോ ചെയ്യണേ ലൈഫിൽ, ഇങ്ങനെയാണ് ബാങ്കിൽ ലോൺ കിട്ടുക, നമ്മളുടെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി അനുസരിച്ചാണ്. പിന്നെയൊക്കെ പിടികിട്ടി അവൾക്ക്, എല്ലാം മനസ്സിലാക്കാൻ തുടങ്ങി. പിന്നെ പറയാൻ വന്ന അപ്പോൾ ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഈ കാറ്റഗറിയിൽ വരാൻ വേണ്ടിയിട്ട് പിന്നെ ഈ മിഡിൽ ക്ലാസ്സിന് അപ്പർ മിഡിൽ ക്ലാസ് ആവാനുള്ളൊരു ത്വരയാണ് കേട്ടോ. എങ്ങനെയാണ് നമ്മൾ അപ്പർ മിഡിൽ ക്ലാസ് ആയിട്ട് മാറുക? നമ്മൾ വന്നിട്ട് ചിലപ്പോൾ നമ്മൾ കാറില്ലാത്ത വീടാണെങ്കിൽ ഒരു കാറങ്ങ് വാങ്ങിക്കും, EMI ഇട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ 2 ലക്ഷം രൂപയിൽ ഒരു 25,000 രൂപ ചിലപ്പം EMI ആയിട്ട് പോകും. വല്ല ഹോണ്ട സിറ്റിയോ അങ്ങനെയൊക്കെ വാങ്ങിച്ചു കളയും. കാരണം ഇയാളൊരു സീനിയർ മാനേജർ ആണെന്ന് വിചാരിക്കൂ, ഒരു ബാങ്കിലെയോ അല്ലെങ്കിൽ കോർപ്പറേറ്റിലെയോ. അവിടെ എല്ലാവരും തൻ്റെ പി ഗ്രൂപ്പിലുള്ളവർ വരണ ഒരേ കാർ തന്നെ മേടിക്കണമെന്ന് വിചാരിക്കുന്നു. certain കമ്മ്യൂണിറ്റിയിലുള്ളവരെ, ലെറ്റ് മീ ജസ്റ്റ് സ്പെസിഫിക്കലി നോട്ട് ദ കമ്മ്യൂണിറ്റി ഓൾസോ. അത് നല്ല കാര്യം പറയുന്നതുകൊണ്ട് കമ്മ്യൂണിറ്റിയുടെ പേര് പറയുന്നതിന് കുഴപ്പമില്ല. ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി അവരെത്ര നല്ലപോലെ പൈസ സേവ് ചെയ്യാൻ മിടുക്കരാണെന്നറിയോ. ദേ വോണ്ട് സ്പെൻഡ് മണി ലൈക്ക് ദാറ്റ്. അവർ പറയും ഫിയറ്റ് കാർ ഉണ്ടെങ്കിൽ ആ ഫിയറ്റ് കാറിലായിരിക്കും ആ ഫാമിലി മുഴുവനും പോകുന്നതെന്ന്. അവർ പിന്നെയും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കില്ല. അല്ലെങ്കിൽ പിന്നെ ഫിയറ്റ് കാറിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ അത് മാരുതിയായിട്ട് മാറി, പിന്നെ അത് ഓൾട്ടോ ആയിട്ട് മാറി. പക്ഷേ കുറച്ച് നാൾ ഈവൻ ടാറ്റ ആ ചെറിയ കാറുണ്ടല്ലോ അതുവരെ
ആൾക്കാർ ഓടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അത് ഇവരങ്ങനെയാണ്. ഇവർ പറഞ്ഞ ഡെസ്റ്റിനേഷനിൽ എത്തിയാൽ പോരെ, എന്തിനാ ഇപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും കാശ് ചിലവാക്കുന്നതെന്ന്. അവർ പറയുന്നതിലും കാര്യമുണ്ട്. പക്ഷേ ഈ ജനറേഷനിലെ ആൾക്കാർക്ക് ഇപ്പോൾ സപ്പോസ് ഇഫ് ദേ ആർ ഗെറ്റിംഗ് ടേക്ക് ഹോം 3 lakh ഒക്കെ കിട്ടുകയാണെങ്കിൽ അവരൊരു കാർ മേടിച്ചെന്നിരിക്കും. അവർ പറയണേ ഞങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതല്ലേ, ഞങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസയല്ലേ, ലെറ്റ് us എൻജോയ് ദാറ്റ് എന്നും പറയും. രണ്ട് തരത്തിലും കറക്റ്റാണ്. പക്ഷേ ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന നമ്മൾക്ക് ഈ 2 ലക്ഷം വാങ്ങിക്കാതെ ആകുമ്പോൾ പെട്ടെന്നാണ് അവരുടെ സ്റ്റാറ്റസ് ലോവർ മിഡിൽ ക്ലാസ്സിലേക്ക് മാറുന്നത്. അപ്പോഴേക്കും ഈ ലോവർ മിഡിൽ ക്ലാസ് എന്ന് ഞാൻ പറയുന്ന ഈ ഡ്രൈവറുടെ ഫാമിലി വുഡ് ഹാവ് അപ്ഗ്രേഡഡ് ടു മിഡിൽ ക്ലാസ്. സോ ഈ മിഡിൽ ക്ലാസ്സിൽ നിന്ന് റിച്ച് ആവാനായിട്ട് ഇത്തിരി പ്രയാസം തന്നെയാണ്. ബിക്കോസ് നീക്കിയിരിപ്പ് ഒരുപാട് വേണം. അറ്റ്ലീസ്റ്റ് ടേക്ക് ഹോം സാലറി ഷുഡ് ബി 5 to 6 lakhs ആണെങ്കിൽ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന ആ റിച്ച്നെസ് വരുള്ളൂ. ഒരു 1.5 കോടിയുടെ വീടും പിന്നെ ഒരു നല്ല എന്താ പറയുക സെഡാൻ കാറും ഒരു 25 lakhsന്റെ കാറും പിന്നെ അങ്ങനെ അതൊക്കെ ഈ പറഞ്ഞ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഞാൻ പറയുന്ന മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്, റിച്ച് കാറ്റഗറിയാണ്. അൾട്രാ റിച്ച് പിന്നെ റിലയൻസിൻ്റെ അംബാനീസും പിന്നെ അതുപോലെയുള്ള ആൾക്കാരൊക്കെയാണ് അല്ലേ, അദാനീസും ഒക്കെയാണ് അൾട്രാ റിച്ചിലൊക്കെ വരുന്നത്. അൾട്രാ റിച്ച് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചിലർ കാട്ടിക്കൂട്ടിയ പ്രശ്നങ്ങളിൽ പെട്ട് അവർ ബാങ്ക്രപ്സി ഫയൽ ചെയ്തത് നമുക്കറിയാം അല്ലേ. കിങ് ഫിഷറിൻ്റെ ഓണർ എത്ര നല്ല പോലെ നടത്തിക്കൊണ്ടിരുന്നതാണല്ലേ ആ ബിയർ കമ്പനി, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മലയാസ്. അവർ നോക്കൂ എവിടെയാണ് പോയി നിന്നതെന്ന്. സോ പറഞ്ഞ് ചെലവ് ചെയ്യുക, അകലക്കാൽ വെക്കക്കൂടാതെ എന്നൊക്കെ പറയണ തമിഴ് മൊഴിയിലാണ് അകലക്കാൽ വെക്കക്കൂടാതെ എന്ന് പറയുന്നത്. എൻ്റെ സീനിയർ എപ്പോഴും പറയുമായിരുന്നു. ഇത്ര നല്ല ഒരു വാക്യമാണല്ലേ അത്. നമ്മൾ ഇരുന്നിട്ട് എഴുന്നേക്കാവൂ എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെയൊക്കെ തന്നെയുള്ളൊരു ഇതാണ്, ഫ്രേസാണത്. സോ വെൻ വി ആർ ട്രൈങ് ടു പോർട്രേ ourselves ആസ് അപ്പർ മിഡിൽ ക്ലാസ്, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിൽ നിന്ന് അപ്പർ മിഡിൽ ക്ലാസ് ആയി എന്ന് തോന്നുവാണെങ്കിൽ ഡോണ്ട് ട്രൈ ടു ഓവർ സ്പെൻഡ്, അല്ലെങ്കിൽ എന്താ പറയണേ, ക്യാച്ചിങ് അപ്പ് വിത്ത് ജോണസ് എന്ന് പറയും. അവരുടെ കൂടെ ഓടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഓവർ സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും കേട്ടോ. ചില സമയങ്ങളിൽ നമ്മൾ തന്നെത്താൻ അതിനകത്തേക്ക് ട്രാപ്പിൽ വീണ് പോട്ടോ. ഞാൻ എന്താ ചെയ്തതെന്നറിയോ, ഒന്നും ഇങ്ങനെ സ്പെൻഡ് ചെയ്യാതിരിക്കാനായിട്ട് 2024 റെസൊല്യൂഷൻ അങ്ങ് എടുത്ത് നത്തിങ് ഐ വിൽ ബൈ കേട്ടോ. ഞാൻ അതായത് സാരി, ഡ്രസ്സ്, ചുരിദാർ ഒന്നും വാങ്ങിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്കും മകൾക്കും. കാരണം അത് മാത്രമാണ് നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ അല്ലേ. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, അതൊക്കെ ഒന്ന് സർക്കുലേറ്റ് ചെയ്യുക, അതല്ലേ നല്ലത്. ഒരു ലേഡി ഫാഷൻ മാഗസിനിലെ വോഗ് അതിൻ്റെ ഫാഷൻ ഇതിലെ എഡിറ്ററായിരുന്നു തോന്നുന്നു. അവരെന്ത് ചെയ്തെന്നറിയാം, അവർ നോക്കുമ്പോൾ അവരുടെ വീടൊക്കെ ഭയങ്കര എക്സ്ട്രാ വാഗൻസാണ്, ഭയങ്കര സ്വറോസ്കിയുടെ ഷാൻലിയേഴ്സ്, പിന്നെ അങ്ങനെ എക്സ്പെൻസീവ് തിങ്സ് ലൈക്ക് റിലയൻസിൻ്റെ വീട്ടിലൊക്കെ ഉള്ള പോലത്തെ സാധനങ്ങളല്ല. ബിക്കോസ് ഷീ വാസ് ഏർണിങ് lakhs of rupees per month. അപ്പം ഒരു ദിവസം അങ്ങ് തോന്നുകയാണേ നമുക്ക് മിനിമലിസത്തിൽ ജീവിക്കാൻ പറ്റുമോ എന്ന് അവർ മകളോട് ചോദിക്കുകയാണ്. അവർ സിംഗിൾ പാരൻ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ കുട്ടി പറയും, അമ്മ ലെറ്റ് us മൂവ് ഇൻ ടു എ കൺട്രി വേറിൻ വി ക്യാൻ ജസ്റ്റ് ലീവ് ഔട്ട് ഓഫ് 1 suitcase. ഇവരെന്താ ചെയ്തതെന്നറിയോ, ആ സാധനങ്ങൾ മുഴുവനും ഓപ്ഷന് വിട്ട് പറ്റുന്ന പോലെയൊക്കെ വിറ്റും പിന്നെ പാവപ്പെട്ടവർക്ക് കൊടുത്തും അവരുടെ നല്ല എക്സ്പെൻസീവായിട്ടുള്ള എന്താ പല ബ്രാൻഡഡ് നെയിംസിൻ്റെ സാധനങ്ങൾ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവർ. അതെല്ലാം ഓപ്ഷന് കൊടുത്തു. ലൈക്ക് കാർട്ടിയർ, പിന്നെ അങ്ങനത്തെ കുറേ ഉണ്ടല്ലോ ബ്രാൻഡ്സ് സ്ത്രീകൾ മേടിച്ചു വെക്കുന്നത്, അതെല്ലാം ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. അതിൻ്റെ ഓവർകോട്ട്സ്, അതിൻ്റെ പേഴ്സസ്, അതിൻ്റെ വാലറ്റ്സ്, പിന്നെ എന്തൊക്കെ സാധനമായിരുന്നു, സോറി വാലറ്റ് എന്ന് പറയണം കേട്ടോ, വാലറ്റ്സ്, പിന്നെ എന്തായിരുന്നു, അങ്ങനെ കുറേ സാധനങ്ങളുടെ ലിസ്റ്റ് അവർ പെടുത്തുന്നത്. ഷൂസ്, ജിമ്മി ചൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷൂസൊക്കെ ഉണ്ടേ, അത്, പിന്നെ ഡിസൈനർ സാരീസ്, ഡിസൈനർ വെയർ എല്ലാം കൊടുത്ത് കുറേ കാശ് അവർക്ക് ബാങ്കിലായി. അവർക്കല്ലാതെയും ഉണ്ട്. എന്നിട്ട് അവർ ഒരു സൂട്ട് കേസിൽ അവർക്ക് വീട്ടിലിടാനുള്ള നൈറ്റീസും എല്ലാം ഒറ്റ സൂട്ട് കേസിൽ ഒതുക്കിയിട്ട് അവർ തായ്ലൻഡിലേക്ക് പോയി, അവരും മകളും കൂടെ. ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവർ ബ്ലാക്ക് മാത്രമേ ഇടുള്ളൂ. അതും ലിനൻ്റെയും കോട്ടൻ്റെയും ബ്ലാക്ക് കുർത്തിയും ഒരു തരം ലൂസായിട്ടുള്ളൊരു ഷർട്ടും ഇതും. ദേ ഷിൽ നോട്ട് യൂസ് എനി മേക്കപ്പ്, എന്തോ ലിപ്സ്റ്റിക് മാത്രം, ലിപ് ഗ്ലോസ് മാത്രം എന്തോ ഉപയോഗിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. ഐ ഡോണ്ട് നോ നൗ ഹൗ ഷീ ഈസ് ലിവിങ്. പക്ഷേ അതൊരു നല്ല കോൺസെപ്റ്റായിട്ട് തോന്നി, എനിക്ക് ചെയ്യണം എന്നും തോന്നിപ്പോയി.
പക്ഷേ ഷാക്കിൾസ്, ഒരുപാട് ഷാക്കിൾസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ അല്ലേ. ആ ചെങ്ങലയിൽ നമ്മളെ കെട്ടിയിട്ടിരിക്കുകയാണ്. അത് പൊട്ടിച്ച് നമുക്ക് പോകാൻ പറ്റില്ല. നമ്മളുടെ കൈൻഡ് ഓഫ് സൊസൈറ്റി അങ്ങനെയാണ്. ഒരുപക്ഷെ നമ്മൾ പോകാമെന്ന് വിചാരിച്ചാലും ബാക്ക് ഹോം നമ്മുടെ വീട്ടിലുള്ളവർക്കത് വല്ലാണ്ട് ശരിയായൊരു കോൺസെപ്റ്റായിട്ട് ഒരു പക്ഷേ അവർ അംഗീകരിക്കില്ല. പിന്നെ ചില പൊസിഷൻസ് നമുക്കും വിടാൻ ഇഷ്ടമുണ്ടാവില്ല അല്ലേ. ഇപ്പം എൻ്റെ കല്യാണ സാരി ആർക്കെങ്കിലും റീയൂസ് ചെയ്യാൻ കൊടുക്കാൻ പറഞ്ഞു, അങ്ങനെ ഒരു കോൺസെപ്റ്റൊക്കെ ഉണ്ട് ഇപ്പോൾ. ഐ ഡോണ്ട് വോണ്ട് ടു ഡു ദാറ്റ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ചേച്ചി അപ്പോൾ എന്ത് കൈൻഡ് ഓഫ് മോട്ടിവേഷനാണ് ഇതെന്ന് ചോദിക്കും. എൻ്റെ കല്യാണ സാരി എന്ന് പറയുന്നത് എൻ്റെ സ്വകാര്യമായിട്ടുള്ള എൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെക്കുന്ന ഒരു സാധനമാണ്. അത് മെറ്റീരിയൽ തിങ് ആയിരിക്കാം, പക്ഷെ അങ്ങനെ ചില സാധനങ്ങൾ നമുക്ക് വിട്ടുകൊടുക്കാൻ ഇഷ്ടമുണ്ടാവില്ല. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, മദർ ഇൻ ലോ വന്നിട്ട് ബാർജിൻ ചെയ്തു എൻ്റെ സ്മോൾ സ്പേസിലേക്ക്. ഇറ്റ് വാസ് നോട്ട് ഇൻ മൈ ഹൗസ് കേട്ടോ. ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് ഞങ്ങൾ കൊണ്ടുപോയതാണ് വെക്കേഷന് വേണ്ടിയിട്ട്. അവിടെ അവർ ബാർജിൻ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിന് എനിക്ക് അടിയിലൊരു കമൻറ്റ് വന്നിരുന്നു, എന്തിനാ ഇതൊക്കെ ക്യാരി ഓൺ ചെയ്യണമെന്ന്. ലിസൺ, ഇത് മെമ്മറീസാണ്. ഞാനിത് ക്രിയേറ്റ് ദ മെമ്മറീസ് എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. ആ മെമ്മറിയിൽ ഒരു കീറൽ വന്നതാണ് ഞാൻ പറഞ്ഞതല്ലേ. അത് ക്യാരി ഓൺ ചെയ്യുന്നതിൽ എന്താ, യു ഷുഡ് ഫോർഗീവ് എവരി വൺ ബട്ട് നോട്ട് ഫോർഗെറ്റ് എന്നല്ലേ. അപ്പം ഞാനിത് പറഞ്ഞു തന്നില്ലെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ യങ് പ്രേക്ഷകർക്ക് മനസ്സിലാവുമോ വെയർ ടു ഡ്രോ ദാറ്റ് ബൗണ്ടറി എന്ന്? എനിക്കിതൊന്നും പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ചെയ്തു തരാനോ അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കണം സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു തരാനോ ഒന്നും ആളുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ ചില സ്ഥലത്ത് ഞാൻ റൂഡായി പോകേണ്ടി വന്നിട്ടുള്ളത്. ബിക്കോസ് ഐ മൈസെൽഫ് ഹാഡ് ടു സെറ്റ് മൈ ബൗണ്ടറീസ്. ദാറ്റ് ഈസ് വെൻ എവറിത്തിങ് വിൽ ഗോ ഹെയർ. ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ വഴക്കാവില്ലേ, ആ മദറിനുള്ള അടുത്ത് എപ്പോഴും കയറി വരരുത് എന്ന് ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തിന് ഫീൽ ചെയ്യും, അദ്ദേഹത്തിൻ്റെ അമ്മയല്ലേ. സോ ഐ ഹാവ് ടു റിയലി ബാലൻസ് ആൻഡ് ഐ ഹാവ് ടു ടെൽ ഹിം എനിക്കത് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്ന് പറയണതിൽ തെറ്റുണ്ടോ. ഞാൻ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ റൂമിൽ ഇത് അവരുടെ വീടല്ലേ, അപ്പോൾ ആ റൂമിൽ അവർ ഇത് എന്താ പറയുക പൂട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് പൂട്ടുന്ന സാധനം പെട്ടെന്ന് ഇങ്ങനെ ഇളകി വരുമായിരുന്നു. ഷീ യൂസ് ടു ബാർജിൻ. എനിക്ക് ഇപ്പോഴും എനിക്ക് വിഷമമുള്ള കാര്യമാണ്. അത് വിഷമമുണ്ടെന്ന് പറയുന്നതിൽ എന്താണ്, ഈ പേജ് അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഇതിൽ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ, ഈ മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ കോണിൽ കിടക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ സൊസൈറ്റിയിലുള്ള ചെറിയ മക്കൾ അറിയണം. അപ്പോൾ ആദ്യമേ തന്നെ പറയണം. ഞാൻ പറയാൻ മടിക്കുമായിരുന്നു ഒരുപാട്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയായിരുന്നു, പ്ലീസ് ഒന്ന് പറയോ. അദ്ദേഹം എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നറിയോ, പക്ഷേ അത് കേൾക്കുന്നില്ല. ഇവർക്ക് ഇപ്പോഴും ഞാൻ അവിടെ പോയി താമസിച്ചാൽ എനിക്ക് അതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോകാത്തത്. എനിവേ, ഞാനത് അധികം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് പറയുന്നത് കേട്ടോ. കാരണം എനിക്ക് ആ കമൻറ്റ് എനിക്ക് വല്ലാണ്ട് ഹേർട്ടായി. ബിക്കോസ് ഞാൻ ഒരുപാട് തവണ ഞാൻ അമ്മയ്ക്ക്, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ഹെവി ഗിഫ്റ്റ്സും അതും ഇതെല്ലാം കൊണ്ടുപോയി കൊടുക്കും അവരെ സന്തോഷിപ്പിക്കാനായിട്ട്. ഞാനൊരു കാറ് വാങ്ങിച്ച കഥയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ എന്നെ കേൾക്കുമ്പോൾ എൻ്റെ അടുത്ത് ജഡ്ജ്മെൻറ്റിലാവരുത് കേട്ടോ. ചേച്ചി പറഞ്ഞു കൊടുക്കേണ്ടത് അവിടെ പോയി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കൂ എന്നല്ലേ. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, അഡ്ജസ്റ്റ് ചെയ്ത് ആ കുട്ടികളുടെ ജീവിതം എന്താവും, 30 വയസ്സുള്ള കുട്ടികളായിരിക്കും, അവർക്കും ആഗ്രഹം കാണില്ലേ അവരുടെ ചിറകുകൾ വിരിച്ച്. പയ്യന്മാർക്ക് ഒരാഗ്രഹവും കാണില്ല. കാരണം അവരല്ല അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അവരവരുടെ വീട് വിട്ടിട്ടല്ല വന്നിരിക്കുന്നത്. ഈ പെൺകുട്ടികൾ കരയുന്ന കണ്ടിട്ടുണ്ടോ കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പോൾ? എൻ്റെ നെഞ്ച് പൊട്ടാറുണ്ട്. ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ കരഞ്ഞു. എൻ്റെ അച്ഛനും പ്രശ്നമില്ല, ഞാൻ പറഞ്ഞില്ല, അച്ഛന് പെൺകുട്ടികളുടെ അടുത്ത് അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. അമ്മയ്ക്കൊരു ഇച്ചിരി വിഷമം ഉണ്ടായി തോന്നുന്നു. എൻ്റെ ബ്രദർ കരഞ്ഞു ഞാൻ ഇവിടുന്ന് വിട്ടുപോയപ്പോൾ. എനിക്ക് എൻ്റെ വീട് വിട്ടിട്ടാണ് ഞാൻ പോകുന്നത്. ആ ഒരു വിഷമം ഉണ്ടല്ലോ, എന്തിനാണ് ഞാൻ ഇമോഷണൽ ആകുന്നതെന്ന് പോലും എനിക്കറിയില്ല. ബിക്കോസ് ദാറ്റ് കമൻറ്റ് നിങ്ങളൊന്ന് അതിൻ്റെ അടിയിൽ പോയിട്ട് നോക്കിക്കോളൂ. ഐ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് ഈസ് ദാറ്റ് യു ആർ വെരി സെൽഫിഷ് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ്. ഒരു ആളെയും ജഡ്ജ്മെൻറ്റിലാകരുത് കേട്ടോ നിങ്ങൾ. എന്നെ കേൾക്കുന്നവർ ഇപ്പോൾ അവരെനിക്ക് അൺസബ്സ്ക്രൈബ് ചെയ്തു എന്നാണോ, ബിക്കോസ് ഞാൻ അതിൻ്റെ താഴെ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. എനിക്ക് വല്ലാണ്ട് ഇതായിപ്പോയി. ഞാനൊരു സ്ട്രോങ് ലേഡിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഇമോഷൻ കൊണ്ട് കളിച്ചാലുണ്ടല്ലോ എനിക്ക് ഭയങ്കര വിഷമമാണ്. ബിക്കോസ് എൻ്റെ സ്പേസ് എൻ്റേതാണ്. എന്തുകൊണ്ടാണ് ആളുകൾ മനസ്സിലാക്കാത്തത്? അവരതിനകത്ത് അവരുടെ ഒരു നറേറ്റീവ് കൊടുത്തിട്ടുണ്ട് ദാറ്റ് ഷീ ഷെയർഡ് ദ ബെഡ്റൂം വിത്ത് ഹെർ മദർ ഇൻ ലോ വൈൽ ഇറ്റ് വാസ് സമ്മർ എന്നൊക്കെ പറഞ്ഞിട്ട്. ക്വൈറ്റ് ഗുഡ്. നിങ്ങൾക്കറിയോ
എൻ്റെ മദർ ഇൻ ലോനെയും സിസ്റ്റർ ഇൻ ലോനെയും മുകളിൽ ഒരു ബെഡ് ഉള്ളപ്പം അവിടെ കിടത്തിയിട്ട് താഴെ പായ വിരിച്ച് കിടന്ന ആളാണ് ഞാൻ അതൊന്നുമല്ല പറഞ്ഞത്. എനിക്ക് ഹേർട്ടായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വെൻ വി ആർ ഓൺ എ വെക്കേഷൻ യു ഷുഡ് നോ ദ ലിമിറ്റ്സ്. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഷി ഷുഡ് കമൻറ്റ്. അങ്ങനെ കമൻറ്റ് ചെയ്തതിൽ കുഴപ്പമില്ല. അത് ഉള്ളതുകൊണ്ടാണല്ലോ എനിക്കിപ്പോൾ പറയാൻ പറ്റിയത്. ഞാൻ പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ അങ്ങനെ കമൻറ്റ് ചെയ്യുന്നവർ മനസ്സിലാക്കണം, ഈ പറയുന്ന മരുമകൾക്കും ഒരു സ്പേസ് വേണമെന്ന് ആഗ്രഹമുണ്ട്. അത് പക്ഷെ ആ ഫീലിംഗ് ഉണ്ടല്ലോ, അത് അവിടെ അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. പിന്നെ ഫൊർഗീവ്നെസ്, നമ്മൾ ആരാ ഫൊർഗീവ് ചെയ്യാനായിട്ട്? ഐ ആം നോ വൺ ടു ഫൊർഗീവ് എനി വൺ. എനിക്ക് ഹേർട്ടായത് എനിക്ക് ഹേർട്ടായത് തന്നെയാണ് അല്ലേ. പിന്നെ എന്തോന്ന് ഫൊർഗീവ്നെസ്? ദാറ്റ് ഈസ് നത്തിങ്. നമ്മൾ ഒരിക്കലും ഫൊഗറ്റ് ചെയ്യാൻ പാടില്ല എന്നും പറയും. കാരണം എന്താണെന്നറിയോ, പിന്നെ നമ്മൾ ഫൂളാണ്. പിന്നെ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്ന വി ആർ ഫൂൾസ്. അപ്പം അങ്ങനെ ഉള്ള ഫൂളിഷ് തിങ്സ് നമ്മൾ ലൈഫിൽ ചെയ്യാൻ പാടില്ല. ഇതൊരു പാഠമായിട്ട് എടുത്തിട്ട് നമ്മളത് എന്താ പറയുക, അതിനെ ബിൽഡ് ചെയ്യണം നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ. ഇമോഷൻസ് വിൽ പ്ലേ സം ടൈംസ് ഹാവോക്ക്. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇമോഷൻസ് ഒക്കെ വരും. പക്ഷേ എന്നെ കേൾക്കുന്ന ചെറിയ കുട്ടികളുണ്ടല്ലോ, 10-30 വയസ്സായ പിള്ളേരൊക്കെ എനിക്ക് ഒരുപാട് സ്നേഹം തരുന്നുണ്ട്. എനിക്കൊരുപാട് ചേച്ചിമാരെ സ്നേഹം തരുന്നുണ്ട്. എല്ലാവരും ഇതിനകത്ത് വരുന്നവരൊക്കെ സ്നേഹം തരുന്നവർ തന്നെയാണ്. അപ്പോൾ എന്നെ കേൾക്കുന്നവർ സെറ്റ് ദ ബൗണ്ടറീസ് കേട്ടോ. അതിലൊന്നും ഒരു തെറ്റൊന്നുമില്ലെന്നേ. സെറ്റ് യുവർ ബൗണ്ടറീസ് ആൻഡ് ബി ഹാപ്പി. ഓക്കെ, ചിയേഴ്സ്.